എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഇനി അരി കുതിർക്കേണ്ട, തേങ്ങാപ്പാൽ പിഴിയണ്ട, വെറും 2 മിനിറ്റിൽ അപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം. അങ്ങനെ വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന പാലപ്പം റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ മറ്റു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇനി അരി കുതിർക്കാനിടാൻ മറന്നുപോയാലും അപ്പം ഉണ്ടാക്കാം. ഈസി പാലപ്പം തയ്യാറാക്കാനായി മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നു. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അപ്പം, ഇടിയപ്പം, പത്തിരിക്കുള്ള വറുത്ത അരിപ്പൊടിയാണിത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 4 ടേബിൾ സ്പൂൺ ചോറ്, മട്ടയരി വേവിച്ച ചോറാണിത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇവയൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യം. ഇത് കുറേശ്ശെയായി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ അരച്ചാൽ ഇതിനുള്ളിലെ ബ്ലേഡ് ചിലപ്പോൾ സ്റ്റക്കാവും. അതുകൊണ്ടാണെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങ ഒക്കെ നന്നായി അരഞ്ഞു കിട്ടാൻ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് ബാക്കിയിരിക്കുന്ന 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കണം. ഇതിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് 2 മിനിറ്റ് നന്നായി അരച്ചെടുത്ത മാവാണ്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിനി അടച്ച് മാവ് പൊങ്ങാനായി അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. 5 തൊട്ട് 8 മണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി വരും. 6 മണിക്കൂർ കൊണ്ട് മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് നന്നായി അടി ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി അപ്പം ചൂടാനുള്ള പാൻ ചൂടാവാനായി വെക്കാം. ഞാനിവിടെ 2 രീതിയിൽ അപ്പം ചൂടുന്നുണ്ട്. ആദ്യം കാസ്റ്റാൻഡ് ഒരു മിനി വോക്കിലാണ് അപ്പം ചൂടുന്നത്. അപ്പം ഒട്ടി പിടിക്കാതിരിക്കാനായി ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ച് നല്ലെണ്ണ തേച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പം ഒട്ടും ഒട്ടിപ്പിടിക്കത്തുമില്ല, നല്ല മൊരിഞ്ഞ അപ്പം കിട്ടും. അപ്പം നന്നായി പൊള്ളി വരണമെങ്കിൽ പാൻ നന്നായി ചൂടായതിനു ശേഷമാണ് മാവ് ഒഴിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് ചട്ടി നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാവ് ഒഴിക്കാം. ഇനി ഇത് ചുറ്റിച്ച് വട്ടത്തിലാക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 10 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അതിനുശേഷം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് അപ്പം വേവായിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്ന് വെക്കാം. ഇനി ഇത് മൂടി വെക്കണ്ട. ഇതിങ്ങനെ തുറന്ന് തന്നെ വെക്കുമ്പോൾ ഇതുപോലെ സൈഡിൽ കൂടെ നമുക്ക് കാണാം അപ്പം ചട്ടിയിൽ നിന്നും വിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ വശങ്ങളും ഇതുപോലെ വിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അപ്പം എടുക്കാം. അപ്പം നന്നായി മൊരിഞ്ഞ് ക്രിസ്പിയായി വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വയ്ക്കുക. ചിലർക്ക് അപ്പം ഒത്തിരി മൊരിഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചുട്ടെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനിൽ അപ്പം ചുട്ട് കാണിക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിക്കാം. ഇനി പാൻ എടുത്ത് ചുറ്റിച്ച് വശങ്ങളിലേക്ക് കൂടി മാവ് എത്തിക്കാം. ഞാൻ പാലപ്പച്ചട്ടിയിലല്ല, ഒരു ഫ്രൈയിങ് പാനിലാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് പാലപ്പത്തിൻ്റെ ആ പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല. പാലപ്പച്ചട്ടി ഉള്ളവർ തീർച്ചയായും അതിൽ തന്നെ ഉണ്ടാക്കണം. ഇതിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് അപ്പം വേവായിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്ന് വെക്കാം. ഈ വശങ്ങൾ അപ്പച്ചട്ടിയിൽ നിന്നും വിട്ട് പോരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അപ്പം എടുക്കാം. നല്ല മൊരിഞ്ഞ അപ്പമാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വയ്ക്കാം. നോക്കൂ, അപ്പം നല്ല സോഫ്റ്റാണ്. അതുമാത്രമല്ല, ഇത് തമ്മിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഈസി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.